ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് വെയിൽസിലെ ഡേ 2 ആണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 9th ഫ്ലോർ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ കർട്ടനൊക്കെ മാറ്റി ഏകദേശം ബ്ലേഡായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങൾ വ്യൂ ഒക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ന്യൂ പോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ക്ലാരൻസ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ പല്ലൊക്കെ തേച്ചൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിൽ കയറി ഒന്ന് കോഫിയൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എന്താവും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇതിനൊന്ന് പണം നോക്കണം. അപ്പം ഞാൻ ഇൻട്രോ പറഞ്ഞാൽ വൈപ്പിക്കുന്നില്ല. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ&എസ്. ഷെഫീൽഡിൽ നിന്ന സമയത്ത് നമ്മൾ ഇൻഡക്ഷൻ സ്റ്റൗവിലൊക്കെ ആയിരുന്നു കേട്ടോ കുക്കൊക്കെ ചെയ്തത്. പക്ഷേ ഈ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ വേറൊരു രീതിയിലാണ്. ഇതിന് ഇങ്ങനത്തെ രീതിയിലുള്ളൊരു സ്വിച്ചൊക്കെയാണ് ഉള്ളത്. ആദ്യം ഞാൻ കുറേ സ്വിച്ചിൽ കിടന്ന് ഇങ്ങനെ നെക്കി നോക്കി, എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അബദ്ധത്തിൽ ലോക്ക് എന്നുള്ള ആ സ്വിച്ചിനെ നെക്കി, എന്നിട്ടാണ് പിന്നെ ഇതൊക്കെ എങ്ങനെയോ ഒന്ന് ശരിയായത്. അങ്ങനെ ഞാനിപ്പം കോഫിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ പാത്രങ്ങളും കപ്പും എല്ലാം അവിടുത്തെയാണ് കേട്ടോ. അവർ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ല കപ്പ് കാണാൻ. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്തു, ഇനി ഇങ്ങനത്തെ കപ്പ് എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഷോപ്സിൽ വല്ല കിട്ടുകയാണെങ്കിൽ അന്നേരം ഞാനത് മേടിക്കുന്നുള്ളത്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ വേർഡ്സൊക്കെ ഉള്ളൊരു ഡിസൈൻസ് ഉള്ള കപ്പോ ഡ്രസ്സോ എന്തൊക്കെയാണെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കപ്പ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്തു. എന്തായാലും നമുക്ക് കോഫി വെച്ച് തുടങ്ങാം. അപ്പോൾ കോഫി പൗഡറും ടീ പൗഡറും ഷുഗറും എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കോഫി ഇവരുടെ ഏതോ ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായില്ല ഏതാണെന്ന്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യമൊന്നും പ്രതീക്ഷിച്ച് നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമ്മളെന്ന് നമ്മുടെ കോഫി ഉണ്ടാക്കി കുടിച്ച് അങ്ങനെ ശീലിച്ചതിൻ്റെ ആയിരിക്കണം. ചിലപ്പോൾ വേറൊരു കോഫിയുടെ ടേസ്റ്റ് നമുക്ക് അത്ര അങ്ങോട്ട് പിടിക്കാമായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് കുടിച്ചു. എനിക്ക് അച്ചുവിനും ഈ ഒരു സ്റ്റൈലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കിച്ചൺ. ഇത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഷെഫീൽഡിൻ്റെ വീട്ടിലും ഓപ്പൺ കിച്ചൺ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ. അതാകുമ്പം നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞും കേട്ടോണ്ടൊക്കെ ഇരിക്കാമല്ലോ. പ്രൈവറ്റ് കിച്ചണിനെക്കാട്ടും നല്ലതല്ലേ ഈ ഒരു ഓപ്പൺ കിച്ചൺ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാഷ്റൂമാണ് കേട്ടോ. വാഷ്റൂം നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ആ ഒരു മണിക്ക് അത് വേർത്തായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിലോട്ട് അങ്ങോട്ട് പോകണ്ടേ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്തേക്കുന്ന അച്ചുവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഈ ഒരു സ്റ്റേയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കുക്കിംഗ് പരിപാടി എല്ലാം ഏറ്റെടുത്തിരിക്കുന്ന അച്ചുവാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ റെസ്റ്റ് എടുത്തോ, അതെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ കോഫി മാത്രം ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അത് അച്ചു മാത്രം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം എവിടെ പോയാലും കോഫി എന്നെ ഏൽപ്പിക്കത്തുള്ളൂ. ഞാൻ നല്ലതായിട്ട് രീതിയിൽ കോഫി ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ അത് അച്ഛന് നല്ലതായിട്ട് അറിയാം. അപ്പോൾ അത് കാരണമാണ് എന്നെ ആ ഒരു പരിപാടി ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കോഫി പരിപാടികളെല്ലാം ഒന്ന് സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇതിപ്പം ഇങ്ങനെ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. എനിക്ക് ഈ കപ്പിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് സൂമാക്കി കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പതിവ് പോലെ നൂഡിൽസ് തന്നെയാണ്. പിന്നെ നമ്മൾ ഏത് സ്റ്റൈലിൽ പോയാലും നൂഡിൽസ് എപ്പോഴും എല്ലാവർക്കും ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസാണ്. അപ്പോൾ ഞങ്ങൾ 5 പാക്കറ്റിൽ വരുന്ന ഒരു നൂഡിൽസ് ആയിരുന്നു മേടിച്ചത്. മാഗിയുടെ തന്നെ ആയിരുന്നു. അങ്ങനെ അതിൽ 4 മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് രാവിലെ 2 എടുത്തേക്കുന്നത്. അത് പിന്നെ അച്ഛൻ്റെ രീതിയിൽ ഉള്ള നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒരു വീടിക്കകത്ത് നമ്മൾ 2 കുഞ്ഞ് ടിഫിൻ ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അതിനകത്ത് വെച്ചാട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം ഇവിടെ ഈ വീട്ടിൽ അങ്ങനെ പരന്നിരിക്കുന്ന പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബൗൾസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ടിഫിൻ ബോക്സ് എന്തായാലും ഈ ഒരു സ്റ്റൈൽ ഉപയോഗമായി. അങ്ങനെ ഇനി നൂഡിൽസൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇനി പതുക്കെ അങ്ങോട്ട് ഒരുങ്ങാനായിട്ടൊക്കെ തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റിനറിയിൽ ചെറിയ രീതിയിൽ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ന്യൂ പോർട്ട് മൊത്തത്തിൽ കാണണമെന്നുള്ള രീതിയിലായിരുന്നു ഐറ്റിനറി ഒക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലത്തേക്കും അച്ചു ഐറ്റിനറി ഫുള്ള് മാറ്റിയിട്ടുണ്ട്. അച്ചു പറഞ്ഞു ന്യൂ പോർട്ട് ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് വലുതായിട്ട് കാണാനായിട്ടൊന്നുമില്ല. കാരണം ഇന്നലെ നമ്മൾ സിറ്റി സെൻറ്ററൊക്കെ ഒന്ന് കവർ ചെയ്തു. പിന്നെ അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല ന്യൂ പോർട്ടിൽ. ആകെ ഉള്ളൊരു പാർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ പല പാർക്കുകളുണ്ട്. പക്ഷെ നമ്മളാകെ ഒറ്റ പാർക്കിൽ മാത്രമേ പോകുന്നുള്ളൂ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരിട്ട് നമ്മൾ കാർഡിഫിൽ പോകണമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്തായാലും ഇവിടുന്ന് ഡയറക്റ്റായിട്ട് പോകുന്ന ആ ഒരു ഷോപ്പിംഗ് സെൻറ്ററില്ലേ ഇന്നലെ ഞാൻ കാണിച്ചത്. അപ്പം ആ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ പോയിട്ട് ആ ഒരു ബസ് സ്റ്റേഷനിൽ നിന്നിട്ട് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് ആ പാർക്കിൽ പോകാനായിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേയിലെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആകെ ഒരു 5 മിനിറ്റേ ഉള്ളൂ ആ ഒരു ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് പോകാനായിട്ട്. എന്നിട്ട് ഞാൻ ഇന്നലെയും കാണിച്ചായിരുന്നല്ലോ ആ ഒരു ബസ് സ്റ്റേഷൻ. ഇതാണ് ആ ഒരു ബസ് സ്റ്റേഷന്.
അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ബസ് പിടിക്കേണ്ടത്. ഇവിടെ മിക്കതും ഞങ്ങൾ കണ്ടത് ഇലക്ട്രിക് ബസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇലക്ട്രിക് ബസ്സിൽ കയറും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഇരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യം വന്നേയില്ല. സാധാ രീതിയിലുള്ള സ്റ്റേജ് കോച്ചിലാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ട് ബസ്സിൽ. പിന്നെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട് നടക്കാൻ. അങ്ങനെ പിന്നെ നമ്മുടെ പാർക്കൊക്കെ എത്തും. കണ്ടോ ഇവിടെ വെൽഷ് ലാംഗ്വേജിലും കൂടെ അവർ എഴുതുന്നുണ്ട്. മിക്ക സ്ഥലത്തും അവർ ഇംഗ്ലീഷും വെൽഷ് ലാംഗ്വേജിലും കൂടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെൽഷ് എന്തായാലും എനിക്ക് വായിക്കാനൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ ഇതുവരെ കേട്ടുമില്ല അവരെ വെൽഷ് മിണ്ടുന്നതായിട്ട്. ഞാൻ ഇംഗ്ലീഷായിരുന്നു ഫുള്ള് കേട്ടോണ്ടിരുന്നത്. എല്ലാവരും ഇംഗ്ലീഷ് തന്നെയായിരുന്നു നമ്മൾ മിണ്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വെൽഷ് കേൾക്കണമെന്നുള്ള ഒരു ഇതൊന്നും വന്നൊന്നുമില്ല. എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ എനിക്ക് കേൾക്കാനായിട്ട് പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ഏരിയയിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേസ്റ്റ് ഡിസ്പോസൽ കാര്യമാണ്. നമ്മൾ പോയ ദിവസത്തെ ആണോ അവരെ വേസ്റ്റ് എടുക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും എല്ലാ ബിൻസൊക്കെ പുറത്തിരിപ്പുണ്ടായിരുന്നു. ബിൻസ് പുറത്തിറക്കുന്നതിന് എനിക്കങ്ങനെ വിഷയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വേസ്റ്റുകളൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഭയങ്കര മെസ്സി ആയിട്ടായിരുന്നു പുറത്തൊക്കെ ഇരുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അതും ആൾക്കാർ നടക്കുന്ന ആ ഒരു പാത്വേയിലായിരുന്നു ആ വേസ്റ്റൊക്കെ വെച്ചത്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി. പിന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് 5 മിനിറ്റ് കൂടെ നടക്കാനുണ്ടായിരുന്നു ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ഒരു പാർക്കിലോട്ട് വരാൻ. അപ്പോൾ ആ വഴിയായിരുന്നു ഞാനതെല്ലാം കണ്ടത്. എന്തായാലും അതൊക്കെ അവിടെ പോട്ടെ. നമ്മളിപ്പോൾ പാർക്കിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പാർക്ക് സാധാ പാർക്ക് പോലെ തന്നെയുള്ള ഒരു ഇതാണ്. അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും ഇല്ല. ഷെഫിൽ കാണുന്ന പോലെ മറ്റേ വെസ്റ്റേൺ പാർക്ക് ആ ഒരു വെസ്റ്റേൺ പാർക്കും ക്രൂക്സ് വാലി പാർക്കൊക്കെ ഉണ്ടല്ലോ അതുപോലൊക്കെ തന്നെയുള്ളൊരു സെയിം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വലിയതായിട്ട് വാവ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലായിടത്തും പാർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും ഏകദേശം ഈ ഒരു സെയിം കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഇവിടെ ഇന്നത്തെ ദിവസം വെയിലെന്ന് പറഞ്ഞൊരു സാധനം പോലും വിസിറ്റ് ചെയ്യാൻ വന്നിട്ടില്ല. ഫുള്ള് ക്ലൗഡി ആയിരുന്നു. എന്നാൽ മഴ പെയ്യുമോ അതും ഇല്ല. ആ ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു ഫുള്ളിരുന്നത്. പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നടക്കാനൊക്കെ നല്ല സുഖമൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാൽ വലിയ തണുപ്പും ഇല്ലായിരുന്നു, വലിയ ചൂടും ഇല്ല. ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ ചെയ്തില്ല, അതിലൊക്കെ ചുമ്മാ ആ ഒരു പാത്വേസിലൊക്കെ പോയി നടന്ന് എനിക്ക് ഈ ഒരു ഏരിയ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇത് ഞാൻ എന്തിനാ സൂം എന്ന് വെച്ചാൽ ഒരുമാതിരി എലിപ്പത്തയം പോലെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരു ബോക്സ്. അത് അച്ഛൻ്റെ അടുത്ത് പറയുന്നു, ഇത് ഇവരെ എന്താ എലിപ്പത്തയം അടുത്ത് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്, ഇനി എലി വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് ചോദിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു ഏരിയ കാണാനായിട്ട് നല്ല രസമില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചന ചെയ്തു സ്നോഫോളൊക്കെ പെയ്യായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഈ ഒരു ഏരിയ കാണാനും. നമുക്ക് ഈ റീൽസ് ഷൂട്ട് ചെയ്യാനും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കുമല്ലോ. പക്ഷെ നമുക്ക് ആ ഒരു ഭാഗ്യമൊന്നും വന്നിട്ടില്ല. നമ്മൾ എവിടെ പോയാലും സ്നോ വരത്തില്ല, അതാണ് പ്രശ്നം. യൂഷ്വലി നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് പോയാലും അവിടെയൊക്കെ മഴയാണ് വരുന്നത്. പക്ഷെ ഭാഗ്യത്തിൻ്റെ വെയിൽസിൽ അന്ന് മഴയൊന്നും പെയ്തേയില്ല. ഇവിടുത്തെ മിക്ക പാർക്കിലും നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും എല്ലാവരും ഈ അവരുടെ ഡോഗ്സുമായിട്ടൊക്കെ ഇവിടെ ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഡോഗ്സിനൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. അവരൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നൊക്കെ കാണാം. ഈ ബോൾസ് കേട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും, എന്നിട്ട് അവരത് പോയി പിടിക്കും, എന്നിട്ട് ഓണറിന് പോയി കൊടുക്കും. അങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ അതൊക്കെ കാണാനായിട്ട്. നമ്മൾ ഈ പാർക്കിൽ പോയപ്പോഴും അവിടെ ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡോഗ് എൻ്റെ അടുത്തൊക്കെ വന്നു. പിന്നെ ഞാൻ ആദ്യം ഒന്ന് പേടിച്ച് ഇനി കടിക്കാൻ വല്ലതുമാണോ എന്ന്. കാരണം അതിൻ്റെ മോന്ത കാണുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. പക്ഷേ ആ കറക്റ്റ് സമയത്ത് ആ ഓണർ ആ ഡോഗിനെ വിളിച്ചുകൊണ്ട് ആ ഡോഗ് പോയി. ഇതിൽ ഓരോരോ വരികളിൽ നടക്കുമ്പോൾ ഓരോ വ്യൂസാണ് കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു ഈ ഒരു പാർക്കിൽ കൂടെ നടക്കുമ്പം. എന്തോ ഒരു ഭയങ്കര ശാന്തത എന്നാൽ അത്ര വലിയ അത്ര വലിയ ക്ലൈമറ്റിന് അങ്ങനെ അത്ര വലിയ വേരിയേഷൻസ് ഒന്നുമില്ല. ഒരു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഇതിലെ കൂടെ നടക്കാനായിട്ട്. പിന്നെ ഓരോ പുതിയ വരികൾ കാണുമ്പോഴത്തേക്ക് അച്ഛൻ പറയാം നമുക്ക് ഈ വഴി പോവാം ആ വഴി പോകാന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാർഡിഫാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി നേരമൊന്നും ഈ പാർക്കിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ട്രെയിൻ പിടിച്ചിട്ട് വേണം കാർഡിഫിൽ പോകാനായിട്ട്. അങ്ങനെ ഇനി വേറൊരു വഴിയും കൂടി പോയിട്ട് കാർഡിഫിൽ പോകണമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥലമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബൊട്ടാനിക്കൽ ഗാർഡൻസിൻ്റെ പോലെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. ഈ പാർക്കിൻ്റെ പേരെന്ന് വെച്ചാൽ ബെല്ലെ വ്യൂ പാർക്ക് അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ പേര്. എന്തായാലും നല്ല അടിപൊളി പാർക്കായിരുന്നു. വേർത്ത് വിസിറ്റിംഗ് എന്നൊക്കെ വേണം പറയാം. ഫ്രീ ആണല്ലോ, പൈസ കൊടുക്കണ്ടല്ലോ. അപ്പം പിന്നെ എന്തായാലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പാർക്കിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങാം എന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. ഇവിടെ നമ്മൾ ഏകദേശം എത്തിയത് ഒരു 10:30 ആ ഒരു ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു 12 മണി ആ ഒരു ടൈമൊക്കെയാണ്. ഞാൻ കറക്റ്റ് ടൈമിങ് ഓർക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഇനി ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് കാണുന്നുണ്ട് വാക്കിംഗ് ഡിസ്റ്റൻസ് ട്രെയിൻ സ്റ്റേഷനിലോട്ട്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇങ്ങനെ ബിൻസ് എല്ലാം എടുത്ത് അവർ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ബിൻസിനൊക്കെ ഇടയിൽ ഈ കുഞ്ഞു കവേഴ്സും ബോക്സസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേസ്റ്റൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമ്മൾ ഒരുമാതിരി ഇത് ശരിക്കും UK ആണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചൊക്കെ പോവും. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തായാലും ഓരോ ആൾക്കാരുടെ ഒരു ഇതായിരിക്കുമല്ലോ. അങ്ങനെ ഈ ഒരു ബിൽഡിംഗ് കാണാനായിട്ട് നല്ല രസമില്ലേ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്തോ സോളിസിറ്ററിൻ്റെ എന്തോ ഒരു ബിൽഡിംഗ് ആണ്.
എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായതാണ് ഞാൻ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മാത്രം ഞാൻ ഒരു വീഡിയോ എടുത്തത്. നല്ല രസമില്ല കാണാനായിട്ട്. ട്രെയിൻ സ്റ്റേഷന് തൊട്ട് ഇപ്പുറത്തായിട്ടാണ് കേട്ടോ ഫ്ലിക്സിൻ്റെ സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് ഇറങ്ങിയതും അവിടെ തന്നെയാണ്. പക്ഷേ ആദ്യം നമുക്ക് മനസ്സിലായിരുന്നു അതാ ട്രെയിൻ സ്റ്റേഷൻ എന്നുള്ളത്. കാരണം കണ്ടോ, ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല ഇതാ ട്രെയിൻ സ്റ്റേഷൻ എന്നുള്ളത്. ഈ ഒരു സർക്കിൾ പോലെ ഇരിക്കുന്ന ഒരു സാധനമില്ല, അതിനകത്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ദാ ന്യൂ പോർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വെൽഷാണ് അതിന് മുകളിൽ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ സ്ട്രക്ചർ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇൻറ്റീരിയറും. ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ കറങ്ങി കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്. അതിന് ദിസ് ഇസ് വീൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് സ്ട്രക്ചർ അല്ലേ, യൂഷ്വലി കാണുന്ന ട്രെയിൻ സ്റ്റേഷൻസ് പോലെ ഒന്നും അല്ലായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇതെല്ലാം വെൽഷിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല എന്താ എഴുതിയിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ എൻ്റെ തൊട്ട് താഴെ തന്നെ ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് ലണ്ടനിലോട്ട് ഡയറക്റ്റായിട്ട് പോകുന്നൊരു ട്രെയിൻ നമ്മൾ കണ്ടു. ഈ ഒരു ട്രെയിനാണ്. ഈ സെയിം ട്രെയിനിന് തന്നെയാണ് കേട്ടോ കാർഡിഫിലും പോകുന്നത്. അങ്ങനെ പക്ഷേ ഇത് അപ്പുറത്തെ സൈഡിലായിരുന്നു നിന്ന്. ഇതല്ല നമ്മുടെ ട്രെയിൻ. ഈ ഒരു ട്രെയിൻ ലണ്ടനിലോട്ടാണ് പോകുന്നത്. എന്നാൽ ഇതിൻ്റെ വേറൊരു ട്രെയിനാണ് പിന്നെ നമ്മൾ കയറാനായിട്ട് പോകുന്നത്, കാർഡിഫിലോട്ട് പോകുന്നത്. ഡയറക്റ്റ് ഞാൻ ലണ്ടൻ ട്രെയിൻ എന്ന് പറഞ്ഞെങ്കിലും ഡയറക്റ്റായിട്ടല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വേറെ ഏതൊക്കെയോ സ്ഥലത്ത് വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നെയാണ് ലണ്ടനാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷന്. എന്തായാലും ഈ ട്രെയിനിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറിയത്. നല്ല അടിപൊളി ട്രെയിനായിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ കാർഡിഫിലോട്ട് ട്രെയിനിൽ പോകാനായിട്ട്. പിന്നെ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡിഫിലുള്ള ആ ഒരു ട്രെയിൻ സ്റ്റേഷന്. തൊട്ടപ്പുറത്ത് തന്നെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. BBC-യുടെ ഒക്കെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മീഡിയയുടെ ഒക്കെ ഒരു ബിൽഡിംഗ് ആയിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഇതിൻ്റെ ട്രെയിൻ സ്റ്റേഷന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു വലിയ സ്റ്റേഡിയം ഉണ്ട്. ആ കാണുന്നതാണ് ആ ഒരു സ്റ്റേഡിയം. കണ്ടോ, വെയിറ്റിൻ്റെ വെൽഷ കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് വലിയ പേരാണല്ലേ. എങ്ങനെയൊക്കെ ഇതൊക്കെ പഠിച്ചെടുക്കും എന്നുള്ളതായിരുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് ഏത് ബിൽഡിംഗ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ നേരെ പോകുന്നത് സിറ്റി സെൻറ്ററിലോട്ടാണ്. അപ്പോൾ ഈ സിറ്റി സെൻറ്ററിലോട്ട് പോകുന്ന വഴിയാണ് ഈ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് സിറ്റി സെൻറ്റർ തുടങ്ങുന്നത്. അങ്ങനെ കാർഡിഫ് മാർക്കറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോകുന്നതിന് മുന്നേ എന്തായാലും വെയിൽസ് വരെ വന്നത്. പിന്നെ നമുക്ക് മാഗ്നറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണമല്ലോ. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് കാർഡിഫ് മാർക്കറ്റിലോട്ടാണ്. അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ അതിനകത്തൊക്കെ കയറിയത്. കാർഡിഫ് മാർക്കറ്റിനകത്ത് കയറിയ ശേഷം എനിക്ക് ശരിക്കും ഒരു ഓർമ്മ വന്നത് ഷെഫീൽഡ് മൂർ മാർക്കറ്റാണ്. കാരണം ആ ഒരു സെയിം രീതിയിലുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ അതിനകത്ത് കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് കണ്ടിട്ട് മാത്രം ഒന്ന് ഇറങ്ങി. അങ്ങനെ വലുതായിട്ട് ഞങ്ങൾ മേടിച്ചൊന്നുമില്ല, ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ നേരെ ഇപ്പോൾ പോകുന്നത് കാർഡിഫ് കാസിലോട്ടാണ്. അപ്പം ഞാൻ ആദ്യം ഓർത്തത് ഇതായിരുന്നു കാർഡിഫ് കാസിൽ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇതല്ല കേട്ടോ, ഇതൊരു ചേർച്ചാണ്. ഇത് കാണാൻ നല്ല രസമില്ലേ ഈ ഒരു ചേർച്ച്, ഇങ്ങനെ നീണ്ടു കിടക്കായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതാണ് ആ ഒരു കാസലിൻ്റെ എൻട്രൻസ്. ഇതങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു വോളാണ് ഇത്. ഇതങ്ങോട്ടങ്ങ് സ്പ്രെഡായി കിടക്കുകയാണ്. ഇത് ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും ഇത് കാസൽ തന്നെ ആണോ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മളെന്തായാലും ഇപ്പം അതിനകത്ത് കയറാണ്. ശരിക്കും പറഞ്ഞാൽ കാസലിൻ്റെ അകത്ത് നമ്മൾ കയറുന്നില്ല, ജസ്റ്റ് കാസൽ പുറമേ മാത്രം കാണുന്നതേ ഉള്ളൂ. അങ്ങനെ വെറുതെ ഇങ്ങനെ എന്തിനാ പൈസ കൊടുത്ത് അകത്ത് കയറുന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് പുറമേ കാണാം എന്നുള്ള ആ രീതിയിൽ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് റൈറ്റിലായിട്ട് ഒരു ബെഞ്ചിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഓർത്ത് അതൊരു ഹ്യൂമൺ ആണെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെയാണ് എനിക്കത് തെറ്റിയത്. അത് ഏതോ ഒരു ടെഡിയോ ഡോഗിൻ്റെ ഷേപ്പിലുള്ള രീതിയിലൊരു ബ്രെഡൊക്കെ കഴിക്കുന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റാച്ചു ആയിരുന്നു അത്. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. സ്റ്റേഡിയത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അങ്ങോട്ടൊരു വെള്ളമൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബോട്ടൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ അച്ചു പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തെടുത്താണ്. പിന്നെ അവിടെ നമ്മൾ നേരെ ട്രെയിൻ സ്റ്റേഷനിൽ കയറി. ഇനിയിപ്പോൾ നമ്മൾ ന്യൂ പോർട്ടിലോട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഹോട്ടലിലോട്ട് നേരെ കയറാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം കാർഡിഫ് അങ്ങനെ വേറെ ഇനി എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും ഞങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ദൂരമാണ്. അപ്പോൾ നമുക്ക് അത്രയും ട്രാവൽ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഓർത്തുനിന്ന് പിന്നെ ഹോട്ടൽ തന്നെ കയറാം. പിന്നെ ന്യൂ പോർട്ടിൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. നമ്മളിപ്പം സിറ്റി സെൻറ്റർ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സിറ്റി സെൻറ്ററിനകത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെയും ഒരു ന്യൂ പോർട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ കാർഡിഫ് മാർക്കറ്റ് പോലെ തന്നെയാണ് ഇവിടെയും, പക്ഷേ ഇവിടെ കുറച്ചുകൂടെ വലുതാണ്. ഇവിടെ നമ്മൾ കയറിയപ്പോഴത്തേക്കും തിരക്കെന്ന് പറഞ്ഞൊരു കാര്യമില്ലായിരുന്നു. പക്ഷേ കാർഡിഫ് മാർക്കറ്റ് അതുപോലെ തിരക്കായിരുന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് കണ്ടു. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചർ പിന്നെയും നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫുഡ് കോർട്ട് പോലുള്ള അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ കണ്ടു.
പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ സിറ്റി സെൻറ്ററിൽ നിന്ന് കറങ്ങി ഐസ്ലാൻഡിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കാനുണ്ടായിരുന്നു. കാരണം നമ്മൾ കുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ, അതിനായിട്ട് നമ്മൾ മസാലകൾ കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോയതല്ലേ. പിന്നെ വേറെ 2 മറ്റേ ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചെന്ന ഉടനെ തന്നെ അതൊന്ന് ചൂടാക്കി കഴിക്കാന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ നൂഡിൽസ് മാത്രമല്ലേ കഴിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം അണ്ടർഗ്രൗണ്ട് വഴി നമ്മൾ പോയിട്ട് പിന്നെ നമ്മുടെ ആ ഹോട്ടലോട്ട് പോകണം കേട്ടോ. ആ നേരെ കാണുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് ആണ് നമ്മുടെ ഹോട്ടലിൽ. അത് എവിടെ നിന്ന് കണ്ടാലും അത് കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ തൊട്ട് ഓപ്പോസിറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലോട്ട് കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഐസ്ലാൻഡിൽ നിന്ന് മേടിച്ച ആ ഒരു ചൂടാക്കുന്ന ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ചിക്കൻ കറി നൂഡിൽസാണ്. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മേടിച്ചതാണ്. ഇത് നമ്മൾ നേരത്തെ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഒന്ന് മേടിച്ച് നോക്കിയതാണ്. 7 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ചൂടാക്കുന്ന ടൈം. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഓവൻ ഉണ്ടായിരുന്നു, ആ ഒരു ഓവനിലാണ് ഇതിട്ട് ചൂടൊക്കെ ആക്കിയത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. നമുക്ക് വേറെ ഫുഡൊന്നും ഇല്ലെങ്കിൽ, വേറെ ഒരു നിവൃത്തി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് ഫ്രീസർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആവശ്യമുള്ള സമയത്ത് നമ്മൾ ചൂടാക്കി കഴിച്ചാൽ നല്ല അടിപൊളി സാധനമാണ്. അതിന് നമ്മൾ ഓവനിൽ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചു പിന്നെ ചിക്കൻ മേടിച്ച് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ, അച്ചു ആണ് ഈ ഒരു ഹോട്ടലിലെ ഫുഡ് കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ അച്ചു മാരിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന മസാലപ്പൊടികളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിനും വെക്കുന്നത്. അപ്പം മാരിനേറ്റ് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സാധനമായിരുന്നു മാരിനേറ്റ് ചെയ്തത്. ഇതിനകത്ത് കുറച്ചെടുത്ത് നമ്മൾ വൈകിട്ട് തിന്നും, പിന്നെ 2-3 പീസസ് എടുത്തിട്ട് നാളെ രാവിലെ തിന്നാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഏഷ്യൻ ഫുഡ് എന്ന് പറഞ്ഞ ആ ഒരു കടയുണ്ടല്ലോ, തൊട്ട് താഴെയുള്ള ആ ഒരു കടയിൽ നിന്ന് നമ്മൾ മറ്റേ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചിക്കനും കൂടി ചേർത്തിട്ടാണ് ഇന്ന് വൈകിട്ട് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഫോണൊക്കെ നോക്കി സ്റ്റാറ്റസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ രാത്രിയിലായി, ഏകദേശം ഒരു 9:30ആയി. അപ്പോൾ 9:30ക്കാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അച്ഛൻ അവിടെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലസ് പൊറോട്ടയും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ വ്ളോഗ് എൻഡ് ചെയ്യാനായിട്ട് പോകണം. അപ്പം നാളെ ഞാൻ വേറൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്.